നമ്മൾ എന്ത് ചെയ്തിട്ടും ചേരാത്തതുപോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഹെയർ കട്ട് ചെയ്ത് നോക്കി, ഹെയർ കളർ മാറ്റി നോക്കി, മേക്കപ്പ് ചെയ്ത് നോക്കി, സ്റ്റൈലിംഗ് ചെയ്ത് നോക്കി, ഈവൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ വരെ ആക്ച്വലി നടത്താൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അപ്പോഴൊക്കെ എന്തോ ഒന്ന് കുറവുണ്ട് എന്ന് തോന്നാറുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണ സിനിമയിൽ. ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും, ആ വീഡിയോയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ബോഡി വെയിറ്റ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ സ്കിൻ ടോണിന് ചെറിയ ചേഞ്ച് വന്നതുകൊണ്ടോ മാത്രം ഉണ്ടായ ഒന്നല്ല. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി അതെല്ലാം കൂടി ഒന്നായി വന്നപ്പോഴാണ് എൻ്റെ ഒരു യുണീക്നെസ്സിനേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും നടന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ആക്ച്വലി നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, അതായത് കംപ്ലീറ്റ് ആയിട്ടത് നിങ്ങളുടെ ബോഡി ഷേപ്പിനെ പറ്റി, നിങ്ങളുടെ സ്കിൻ ടോണിനെ പറ്റി, നിങ്ങളുടെ ഹെയറിനെ പറ്റി, നിങ്ങളുടെ ഫേസ് ഷേപ്പിനെ പറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ പറ്റി ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു ചേഞ്ച് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു കോഴ്സ്, അതായത് ഈ ഒരു ഇമേജ് കൺസൾട്ടിങ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിംഗ് കോഴ്സ് ചെയ്യാൻ വേണ്ടി മുംബൈയിലെത്തി. ഞാൻ അവിടുത്തെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പുറത്ത് ശരിയായിട്ടുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഒരു പേഴ്സണൽ സ്റ്റൈൽ ഉണ്ടെന്നും എൻ്റെ ബോഡീനെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, എനിക്ക് ചേരുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ഉണ്ടെന്നും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അത് കുറച്ചും കൂടി അതിനകത്തൊന്നും കൂടി ഫൈനസ്റ്റ് ആക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുമെന്നും എനിക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം പല രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നും ഞാൻ റിയലൈസ് ചെയ്യുന്നത് ആ ഒരു ടൈം പീരീഡിലാണ്. അതിൽ ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾക്കും ശരിക്കും പോകാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെറ്റർ വേർഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് നോർമലി ഭയങ്കര പെറ്റീറ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്, അതായത് ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ ഒരാളായിട്ടാണ്. അതേപോലെ തന്നെ കുറച്ച് കേർവി ആയിട്ടുള്ളൊരു ബോഡിയാണ് എനിക്കുള്ളത്. ഇതൊക്കെ ഒരു തരത്തിൽ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് കൂടിയാണ്. അതായത് ഹൈറ്റ് കുറവാണെന്നുള്ളതും, എനിക്ക് ആം ഫാറ്റ് ഉണ്ട് എന്നുള്ളതും, എൻ്റെ ബോഡി അവിടെ എവിടെയായിട്ട് ചില ഫാറ്റ് പോക്കറ്റ്സ് പോലെ ഉള്ളതാണെന്നും ഒക്കെയുള്ള ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു തരത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൂടിയാണ്. പക്ഷേ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ എനിക്ക് വന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉള്ള ഡ്രസ്സ് ഓപ്ഷൻസ് കൂടുതലായിട്ടുള്ളത് വെസ്റ്റേൺ ഡ്രസ്സിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ ഡ്രസ്സിലാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കൂടുതലായിട്ടും വെസ്റ്റേൺ ഡ്രസ്സ് മാത്രം ഇടാൻ വേണ്ടി തുടങ്ങി. ആൻഡ് വെസ്റ്റേൺ ഡ്രസ്സ് ഇടുന്ന രീതിയിൽ എൻ്റെ മേക്കപ്പിനെ ആണെങ്കിലും എൻ്റെ ഒരു ഹെയറിനെ ആണെങ്കിലും എൻ്റെ ഒരു ആക്സസറീസിൻ്റെ സ്റ്റൈലിംഗ് ആണെങ്കിലും ഒക്കെ അതിനനുസരിച്ചിട്ടും കൂടി മാറ്റാൻ തുടങ്ങി. അപ്പോൾ വന്നിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പേരും ഇപ്പം ഞാൻ നോർമലി റെസ്റ്റോറൻറ്റിൽ പോകുമായിക്കോട്ടെ, ഞാൻ മോൾസിൽ പോയി ആയിക്കോട്ടെ, ഞാൻ ഏതെങ്കിലും കഫേയിൽ പോകുമായിക്കോട്ടെ, അപ്പോൾ അവിടെ ഒക്കെ ആൾക്കാർ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നോർമലി മലയാളിയായിട്ടല്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ഹിന്ദി പറയാറുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് കൂടുതൽ സമയത്തുള്ളത്. എന്നെ മലയാളിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാറിയേയില്ല. ആൻഡ് അത് നല്ലതാണോ അല്ലെങ്കിൽ നല്ലതല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ മാറ്റിവെക്കാം. പക്ഷേ എനിക്കത് കുറച്ചും കൂടി കോൺഫിഡൻസ് തരാറുണ്ട്. ബിക്കോസ് എൻ്റെ ഒരു യുണീക്നെസ്സിനെയാണ് ആക്ച്വലി അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സ്ട്രെങ്ത് തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് ഞാൻ ഇരിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആൻഡ് ഓൾസോ എനിക്ക് ആ രീതിയിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റാറുണ്ട്. സോ ഇതാണ് എൻ്റെ വേ, ഇതാണ് എൻ്റെ യുണീക്നെസ് എന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി എനിക്കത് ചെയ്യാൻ പറ്റാറുണ്ട്. ആൻഡ് അതിനനുസരിച്ചിട്ടാണ് എൻ്റെ എല്ലാ സ്റ്റൈലിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ വന്നു പോകാറുള്ളത്. അതിലേക്ക് എന്നെ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ബോഡി ഷേപ്പ് എന്താണെന്നുള്ളത്, സ്കിൻ ടോൺ എന്താണെന്നുള്ളത്, ഫേസ് ഷേപ്പ് എന്താണെന്നുള്ളത്, ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത്, എൻ്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്കറിയാം, ഇപ്പം ഞാനാണെങ്കിൽ കൂടി കുറേ വീഡിയോസ് ചെയ്തിരുന്നതിൽ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബോഡി ഷേപ്പിനനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ചില ആൾക്കാർ ഫോർ എക്സാമ്പിൾ വാം ഓട്ടം കളർ പാറ്റുള്ള ആളാണെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ആൾക്കാർ ആക്ച്വലി ഒരു കൂൾ ടോൺ ആയിട്ടുള്ള, കൂൾ ടോൺ എന്ന് പറയുമ്പോൾ നോർമലി ഒരു കൂൾ ബ്ലൂ അല്ലെങ്കിൽ ഒരു കൂൾ പിങ്ക് അങ്ങനെയുള്ള കളേഴ്സിലുള്ള ഡ്രസ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി ഡസ്കി ആയിട്ടിരിക്കും. കുറച്ചും കൂടി സ്കിന്നിലുള്ള ഇംപെർഫെക്ഷൻസിനൊക്കെ എടുത്ത് കാണിക്കും. നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ കുറച്ചും കൂടി തെളിഞ്ഞ് കാണുന്ന പോലെ ഉണ്ടാവും. ഓൾസോ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞാലും, എന്ത് നന്നായിട്ടുള്ള സ്കിൻ കെയർ ചെയ്താലും, എങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞാലും
എന്ത് തരത്തിലുള്ള രസമുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ഒന്നും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കില്ല. അതേസമയം അവരൊരു മസ്റ്റാർഡ് യെല്ലോ പോലെയുള്ള കളർ, അങ്ങനെയുള്ള ഒരു കളറിലെ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫേസിനോട് ചേരുന്ന രീതിയിൽ മേ ബി ഒരു ഷോളോ അല്ലെങ്കിൽ ഈവൻ ഇയറിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. നമ്മൾ ഈവൻ ഞാൻ പറയുന്നത് ഇപ്പോൾ ഡസ്കി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും, അത് ഭയങ്കര റേഡിയൻ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കറക്റ്റ് സ്കിൻ ടോണിലുള്ള ഡ്രസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. അതേപോലെ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബോഡി ഷേപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചോ. ബോഡി ഷേപ്പിൽ ഇപ്പം ഒരു പെയർ ഷേപ്പ് ആണെങ്കിൽ, പെയർ ഷേപ്പിലുള്ള ആൾക്കാർ നോർമലി അവരുടെ ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ബോട്ടം ഭാഗത്തേക്കാണ്. കുറച്ചൊരു ഹിപ്പിൻ്റെ ഏരിയ ഒക്കെ കുറച്ച് വൈഡർ ആയിരിക്കും. അപ്പം നോർമലി നമ്മൾ എപ്പോഴും പറയുന്ന ട്രെൻഡി ആയിട്ടുള്ള ഒരു ജീൻസ് എന്നൊക്കെ പറയുമ്പോൾ സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് ആണെന്ന് പറയാം. അപ്പോൾ സ്ട്രെയിറ്റ് കട്ടുള്ള ജീൻസ് നോർമലി അവരെടുക്കുമ്പോൾ അത് ട്രെൻഡി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ട്രെൻഡിനനുസരിച്ചിട്ട് പോയിട്ട് ജീൻസ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് അത് ബോഡിയിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് ജീൻസ് എന്ന് പറയുന്നത് കൂടുതൽ സമയത്തും ആക്ച്വലി പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് അല്ല, അതൊന്ന് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പം നമ്മളത് ബോഡിയിൽ ഇടുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ ലിവൈസ് പോലെയുള്ള ബ്രാൻഡിൻ്റെ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അത് പെയർ ഷേപ്പിലുള്ള ആൾക്കാർ ആക്ച്വലി അത് ബോഡിയിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ മിഡ് റിഫിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹിപ്പിൻ്റെ ഏരിയ, ആ ഒരു ഭാഗം ഭയങ്കര വൈഡർ ആയിട്ടിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ച് കാലിൻ്റെ താഴേക്ക് വരുമ്പോൾ കുറച്ച് ടേപ്പേർഡ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രെൻഡി ആയിട്ടുള്ള കാര്യമാണ് യൂസ് ചെയ്തതെങ്കിലും നമുക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് മേ ബി ഒരു എന്താ പറയുക ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ഒരു എ-ലൈൻ സ്കേർട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്കേർട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം എന്താ പറയുക പ്രപ്പോർഷൻ കറക്റ്റ് ആയിട്ടിരിക്കും, ഫിറ്റഡ് ആയിട്ടിരിക്കും, നമ്മുടെ ബോഡിയിൽ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും ഇരിക്കും. അങ്ങനെയാണ് ബോഡി ഷേപ്പിൻ്റെ ഒരു കാര്യം നോക്കുക. ആൻഡ് അതേപോലെ തന്നെ അടുത്ത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെയർ കട്ടിനെ കുറിച്ച് പറയുകയാണ്. ഹെയർ കട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഫേസ് ഷേപ്പ് ഇപ്പം ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, മെയിനായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചീക്ക് ബോൺസും അല്ലെങ്കിൽ ഫോർഹെഡും ആക്ച്വലി കുറച്ച് വൈഡർ ആയിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചിൻ ഭയങ്കര പോയിൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഭയങ്കര ഷോർട്ട് ഹെയറിലേക്ക് പോകുമ്പോൾ ഒരു ചിൻ ലെങ്ത് ബോബൊക്കെ ചെയ്യാം, അത് ഭയങ്കര ട്രെൻഡിയാണ്, അത് ഭയങ്കര കൊറിയൻ വൈബ് തരുന്നതാണ് എന്ന് വെച്ചാൽ നമ്മൾ റെഫറൻസ് പിക്ചറൊക്കെ എടുത്ത് നമ്മളത് ചിലപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെയുള്ളവർ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റഡ് ചിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ വിഡ്ത്തും കാരണം കുറച്ചും കൂടെ ശരിക്കും ഹാർഷ് ആയിട്ടിരിക്കാനുള്ള ഒരു ചാൻസാണ് ഫേസിന് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ നോർമലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഷോൾഡർ ലെങ്ത് ഉള്ള ഹെയർ മാത്രം നിർത്തുക എന്നുള്ളത്, ആൻഡ് ഓൾസോ അതിനകത്ത് ചെറിയ രീതിയിലുള്ള സോഫ്റ്റ് ലെയേഴ്സ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി ഭയങ്കര ഹാർമോണിയസ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. കൂടുതലായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി, ഒരുപാട് എഫേർട്ട് എടുത്ത് കൂടുതലൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഫേസ് കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെയാണ് വേറൊരു കാര്യം, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി വൈസ് ആണ്. ഇപ്പോൾ പേഴ്സണാലിറ്റി വൈസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ സമയത്തും ചിലപ്പോൾ ഭയങ്കര എന്താ പറയുക നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് അയാൾക്ക് വേണ്ടത്, അയാളുടെ ബോഡി ആക്ച്വലി കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പം നോർമലി ചില സ്റ്റൈലിസ്റ്റുകളൊക്കെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം എന്ന് പറയുന്നുണ്ടാവും. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ ആക്ച്വലി ആ ഒരു കാര്യം ഓക്കെ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡിലേക്ക് പോകും. പക്ഷേ എന്താ സംഭവിക്കുക വെച്ചാൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ ഒരിക്കലും അതിനകത്ത് ശ്വാസം കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ബ്ലേസർ പോലെയുള്ളത്, ഷർട്ട്, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷർട്ടൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്യുക. അപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫാബ്രിക് എന്താണെന്ന് നോക്കുക. എന്നിട്ട് ആ ഫാബ്രിക് കുറച്ച് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ മേ ബി ഷർട്ടൊക്കെ ആണെങ്കിൽ കൂടി അത്ര സ്ട്രക്ചേർഡ് ഉള്ളത് പോവാതെ ഫാബ്രിക്കിൽ കുറച്ച് സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഫാബ്രിക്കിനകത്ത് കുറച്ച് ടെക്സ്ചർ ആഡ് ചെയ്യുക, കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യുക, ആൻഡ് മേ ബി ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻ്റൽ പോലെയുള്ള കുറച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള ഇയറിങ്സ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ ഹെയർ ആക്ച്വലി കെട്ടുന്നത് മേ ബി ഒന്ന് ഫ്രീ ഹെയർ ആയിട്ടിടാം, അതല്ലെങ്കിൽ അതിനൊന്ന് പ്രോപ്പറായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് മേ ബി ഒരു മെസ്സി അങ്ങനത്തെ രീതിയിലൊരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി വന്നതുപോലെ ഇരിക്കുക. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നൊരു കാര്യം, ചില ആൾക്കാർ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈവൻ നിങ്ങളുടെ സ്കിൻ ടോൺ അനാലിസിസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് നിങ്ങൾ മേ ബി ഒരു സ്പ്രിംഗ് കളർ പാലറ്റിലുള്ള ഒരാളായിരിക്കും. അതായത് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യണമെന്നായിരിക്കും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ആ ക്രൗഡിൻ്റെ ഇടയിൽ ബ്ലെൻഡായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഭയങ്കര ബ്രൈറ്റർ ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ പാടില്ല. സോ പേഴ്സണാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതും കൂടി നോക്കണം. ആൻഡ് ഓൾസോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നുള്ളത്. ഇപ്പം മേ ബി ഇപ്പം എനിക്ക് കൂടുതലായിട്ടും എനിക്കറിയാവുന്നൊരു കാര്യങ്ങളാണ്. ഇപ്പോൾ നേഴ്സ് എന്നുള്ള പ്രൊഫഷനിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, നേഴ്സ് ആയിക്കോട്ടെ, മേ ബി ടീച്ചർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രൊഫഷനിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടൊന്നും ആക്ച്വലി എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാവില്ല നോർമലി. അതായത് ഇപ്പോൾ മേക്കപ്പിലായിക്കോട്ടെ, ഇപ്പം ആക്സസറീസ് യൂസ് ചെയ്യുന്നതിലായിക്കോട്ടെ, ഒരുപാടൊന്നും ആക്ച്വലി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഇയറിംഗ് ഒക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി അങ്ങനെ തന്നെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി പ്രൊഫഷൻ ഇതാണെന്ന് അറിയാമെങ്കിൽ ചെറിയ രീതിയിൽ ആക്ച്വലി മേ ബി ആക്സസറീസിലൊക്കെ ഒരു ചെറിയ സൈസിലുള്ള ഡിഫറൻസ് വരുത്തി നോക്കിയാൽ, അല്ലെങ്കിൽ വളരെ സട്ടിലായിട്ടൊന്ന് മേക്കപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ. നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഈവൻ നമ്മുടെ ജോലി സ്ഥലത്ത് പോലെ ആക്ച്വലി നമ്മൾ ഭയങ്കര മെയിൻ ക്യാരക്ടർ പോലെ, നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട്, നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ആക്ച്വലി ഫേസിന്റെ വിഷ്വൽ വെയിറ്റിനെ കുറിച്ച് ഞാൻ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബോൾഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ, ന്യൂഡായിട്ടുള്ള രീതിയിലുള്ള ഐ മേക്കപ്പ് ചൂസ് ചെയ്യണമെന്ന് മാത്രമാണ് അറിയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു മുഖമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതായത് അധികം സ്പേസ് ഇല്ലാത്തൊരു മുഖമാണെങ്കിൽ, ഒരുപാട് കളേഴ്സ് ഇപ്പം ഈവൻ സെയിം കളർ പാലറ്റിലുള്ളതാണെങ്കിൽ കൂടി ഒരുപാട് കളേഴ്സ് ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് കുറച്ചും കൂടി ഭയങ്കര ഹാർഷായിട്ട് ഫീൽ ചെയ്യും, കുറച്ചും കൂടി ചെറുതായിട്ട് ഫീൽ ചെയ്യും, ആൻഡ് ഓൾസോ കുറച്ച് ഡള്ളായിട്ടും ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കളർ പാലറ്റിലേക്ക്, അതായത് ഒരു ഫീച്ചർ മാത്രം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ളതൊക്കെ ന്യൂട്രലായിട്ട് വിടുക. അല്ലെങ്കിൽ ഈ കളറിൻ്റെ തന്നെ കുറച്ചും കൂടി സട്ടിലായിട്ടുള്ള കളേഴ്സ് ഇപ്പോൾ മേ ബി ബ്ലഷ് ആയിട്ടോ ഐ ഷാഡോ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഇത്തരം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊക്കെ കൂടിയാണ് ഒരാളെ ശരിക്കും അയാളുടെ യുണീക്ക് വേയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുക. എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരാൾ അയാളുടെ യുണീക്ക് വേയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന രീതിയിൽ പ്രസൻറ്റബിൾ ആവുള്ളൂ. ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്യണം എന്നല്ല. വൺസ് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമ്മളുടെ എന്താ പറയുക, ഗ്രൂമിങ്ങിൻ്റെ ആണെങ്കിലും സ്റ്റൈലിങ്ങിൻ്റെ ആണെങ്കിലും മേക്കപ്പിൻ്റെ ഒക്കെ ആണെങ്കിലും ഗെയിം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നോർമലി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആക്ച്വലി ഒരു ട്രിക്ക് ഉണ്ട്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളൊരു ട്രിക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏറ്റവും പവർഫുൾ ആയിട്ട് നമ്മളെ അറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ചേരുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, മേ ബി ഒരു പേപ്പർ പേന എടുക്കുക, നമ്മളുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് വേർഡ്സ് കണ്ടെത്തുക റാൻഡമായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മേ ബി ഞാൻ എഴുതുന്ന ആദ്യത്തെ ഒരു വേർഡ് ചിലപ്പോൾ കോഫി എന്നായിരിക്കും. അല്ലെങ്കിൽ അടുത്ത് ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ ഞാൻ ഇമോഷണൽ എന്ന് മേ ബി അതിനകത്ത് എഴുതുന്നുണ്ടാവും ആ ഒരു വേർഡ്. അതേപോലെ തന്നെ എൻ്റെ മേക്കപ്പിൻ്റെ ഒരു ഗെയിം, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കളേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. സോ ബ്രൈറ്റ് കളേഴ്സ് എന്ന് എഴുതും, ബിക്കോസ് അതെന്നെ ഹാപ്പി ആക്കി വെക്കുന്നു. അതേപോലെ തന്നെ മേ ബി എനിക്ക് ഇപ്പോൾ ആക്സസറീസിൽ എനിക്ക് ഇയറിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം, അപ്പോൾ ഇയറിങ്സ് എന്ന് എഴുതുന്നു. അങ്ങനെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ആ വേർഡ്സ് ഓരോന്നും എഴുതാനുണ്ടായ കാരണം എന്താണെന്ന് ആലോചിക്കുക. അതായത് ഇപ്പോൾ കോഫി ആണെങ്കിൽ, ഇപ്പോൾ എനിക്ക് കോഫിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കോഫി എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം, മേ ബി കോഫി കുടിക്കുന്ന ഒരു ഫീലാണോ, അതിൻ്റെ കളറാണോ, അതിൻ്റെ ടേസ്റ്റ് ആണോ, അപ്പോൾ എന്താണെന്നുള്ളത് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈവൻ ഞാൻ പറയുന്നത് ഇപ്പോൾ കോഫി എന്നുള്ളതും അല്ലെങ്കിൽ ഇമോഷണൽ എന്നുള്ളതും അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ഈവൻ ഈ പേഴ്സണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്താത്തത് പോലും ഈവൻ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, നമ്മുടെ ഹെയറിൻ്റെ കാര്യം, ഈവൻ മേക്കപ്പിൻ്റെ കാര്യം, കളേഴ്സിൻ്റെ കാര്യം, ഇതൊക്കെ നമുക്ക് അങ്ങനെ എഴുതാം. എന്നിട്ട് ഓരോന്നിനും ആക്ച്വലി എന്തുകൊണ്ടാണ് നമുക്കതിനോട് ഇഷ്ടം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് നമ്മളെപ്പറ്റിയുള്ള ഐഡിയ കിട്ടും. ഇത് ഭയങ്കര എംപവറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം നമ്മളുടെ വാർഡ്രോബിലായിക്കോട്ടെ, നമ്മളുടെ മേക്കപ്പിലായിക്കോട്ടെ, നമ്മളുടെ ഗ്രൂമിങ്ങിലായിക്കോട്ടെ, അതിലൊക്കെ ചേഞ്ചസ് വരുത്താൻ നമ്മൾ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രമേ ആക്ച്വലി ഇത് ചെയ്യാൻ പാടുള്ളൂ. ഈവൻ ഞാൻ പറയുന്നത് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കാര്യം, ഇപ്പോൾ ബോഡി വെയിറ്റ് ലോസിനെ കുറിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മളുടെ ബോഡീനെ നമ്മൾ അനലൈസ് ചെയ്യാം. നമുക്ക് ചില ടേസ്റ്റ് ഇഷ്ടമാണ്, നമ്മളുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ നമ്മളുടെ ബോഡി ശരിക്കും വെയിറ്റ് കൂടാനുള്ള റീസൺ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഡയറ്റിനെ മാറ്റുകയാണെങ്കിൽ ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഇനി ഈ പ്രോസസ്സ് സ്റ്റിൽ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതിന് ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളാണ് നോർമലി ഇമേജ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നോർമലി വർക്ക് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഞാൻ ഒരാൾ എൻ്റെ അടുത്ത് വന്ന്
അയാൾക്ക് ചേഞ്ച് ആവണം എന്ന് പറയാതെ ഞാൻ ഒരിക്കലും അയാളെ ചേഞ്ച് ചെയ്യാറില്ല. ചേഞ്ച് ആവണം എന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് എത്രത്തോളം ചേഞ്ച് ആവണം എന്നുള്ളത്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അയാളുടെ പേഴ്സണാലിറ്റി എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് വേണ്ട രീതിയിലുള്ള ഈ ഒരു യുണീക്ക് വേയിലാണ് ഞാൻ നോർമലി ഈ കൺസൾട്ടേഷൻസ് ഒക്കെ കൊണ്ടുപോകാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേക്ക് ഓവർ നടത്തി കൊടുക്കാറുള്ളത്. അതല്ലാതെ ഇപ്പോൾ എല്ലാവരെയും എന്നെപ്പോലെ ആക്കുക എന്നുള്ളതല്ല ഞാൻ ചെയ്യാറുള്ള ഒരു പ്രോസസ്സ്. പെട്ടെന്ന് തന്നെ ഇത് എന്താണ്, എങ്ങനെ ആക്കണം എന്നുള്ള കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വൈസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമേജ് കൺസൾട്ടൻറ്റിൻ്റെ സെഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിപ്പം ഒന്നുകിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ സെഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്താൽ മതി. എന്നെ റീച്ച് ഔട്ട് ചെയ്ത് ഞാൻ ആ ഗൈഡൻസ് അതുപോലെ ചെയ്ത് തരുന്നുണ്ടാവും. ആ പ്രോസസ്സ് നോർമലി നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്നെ അല്ല വേറൊരു ഇമേജ് കൺസൾട്ടൻ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് അവർക്ക് DM ചെയ്ത് നോക്കുക. അവർക്ക് DM ചെയ്തിട്ട് അവരുടെ അടുത്ത് അവരുടെ ഗൈഡൻസ് ആവശ്യപ്പെടുക. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റായി നിൽക്കുന്നത് ആരാണോ അങ്ങനെ ഒരു ഗൈഡിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് കൺസൾട്ടൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാവില്ല. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബോഡി ഷേപ്പിനെ പറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ ബോഡി സ്റ്റൈലിനെ പറ്റി ആയിക്കോട്ടെ, ബോഡി ടൈപ്പിനെ പറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാം, അതായത് ഹോളിസ്റ്റിക് മേക്ക് ഓവറാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച്. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഓക്കെ ഇതെനിക്ക് ചേരാത്തതാണെന്നോ അല്ലെങ്കിൽ ഇത് ട്രെൻഡി ആണെങ്കിലും എനിക്ക് ഇതിനകത്ത് എന്താണ് എനിക്കതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതെന്നോ അങ്ങനെയുള്ള യാതൊരു കൺഫ്യൂഷനും പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. ആൻഡ് ഇത് കാരണം എന്താ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു ഇമേജ് കൺസൾട്ടൻറ്റിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഷോപ്പ് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് ആക്ച്വലി ഒഴിവാക്കാം. നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. അതായത് വേണ്ടത് ചൂസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസും ഉണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, എല്ലാം സ്വയം ഒരു അവയർനെസ്സും ഉണ്ടാവും. ഈ ഒരു സ്റ്റൈലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക മേക്കപ്പിൻ്റെയോ അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെയോ ഒക്കെ കാര്യത്തിൽ നോർമലി എല്ലാ ആൾക്കാർക്കും തോന്നാം അവരൊക്കെ എക്സ്പേർട്സ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റിയുള്ള അഡ്വൈസസ് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പക്ഷേ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ ബോഡീനെ പറ്റിയായിരിക്കും കൂടുതൽ അറിയാവുക. ഒരാൾക്ക് വർക്ക് ആവുന്നത് മറ്റൊരാൾക്ക് വർക്ക് ആവണം എന്ന് നിർബന്ധമില്ല. ബിക്കോസ് അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, പേഴ്സണാലിറ്റി വേറെയാണ്, ഈവൻ ബോഡി ഷേപ്പ് വേറെയാണ്, ഹൈറ്റ് വേറെയാണ്, അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് തോന്നും. അത് കാരണം തന്നെ നമ്മൾ നോർമലി ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ ജസ്റ്റ് ട്രെൻഡ്സിനനുസരിച്ചിട്ട് മാത്രം പോകുന്ന ഒരാളായിട്ടും എനിക്ക് പ്രത്യേകിച്ചൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തതായിട്ടും ഒക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോൾ മുതലാണ് എൻ്റെ ഒരു സ്റ്റൈലിങ്ങിലും എൻ്റെ എല്ലാ ഗ്രൂമിങ്ങിലും ഒക്കെ എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടെന്നും അതിനൊരു റീസൺ ഉണ്ടെന്നും അത് ഞാൻ കുറച്ചധികം എന്നെ മനസ്സിലാക്കിയതുകൊണ്ട് ചെയ്യുന്നതാണെന്നും അങ്ങനെയൊക്കെ ഞാൻ ശരിക്കും എപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയോ അപ്പം മുതൽ ആക്ച്വലി ഞാൻ എൻ്റെ ഈ റിസർച്ച് പ്രോസസ്സ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതായത് ഞാൻ പറയുന്നത് ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സും അല്ല. നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമാവുന്നതനുസരിച്ച് നമുക്ക് ബോഡിക്ക് ചേഞ്ച് വരും, നമ്മുടെ സ്കിന്നിൽ ചേഞ്ച് വരും, ഈവൻ നമ്മുടെ സ്കിൻ ടോണിൽ തന്നെ ചേഞ്ച് വരും, നമ്മുടെ ഫീച്ചേഴ്സിനൊക്കെ മാറ്റം വരും. അപ്പോൾ ഈ മാറ്റത്തിനനുസരിച്ചിട്ടും നമുക്ക് നമ്മളെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നന്നായിട്ട് മനസ്സിലായിരിക്കണം. അങ്ങനെ മനസ്സിലായിരുന്നാൽ നമുക്ക് ശരിക്കും നമ്മളുടെ ഈവൻ ഇൻസെക്യൂരിറ്റീസിനെ നമ്മളുടെ ഭയങ്കര പോസിറ്റീവ്സ് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ തടിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാതെ ഇരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഫോട്ടോസ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആക്ച്വലി മേക്കപ്പ് ചെയ്യുകയോ സ്റ്റൈലിങ് ചെയ്യുകയോ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ആക്ച്വലി ശരിക്കും നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രം മതി. അങ്ങനെ ഒരു കാര്യത്തിൽ ആക്ച്വലി ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ എന്തെങ്കിലും കുറച്ചും കൂടി ഫെർദർ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആക്ച്വലി എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. മെയിലിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ എന്നെ റീച്ച് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെഷൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നിങ്ങൾക്ക് അതൊരു സെഷനായിട്ട് എടുക്കാം, ഓൺലൈനായിട്ടും എടുക്കാം, ഓഫ്ലൈനായിട്ടും എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.